ഹലോ നമസ്കാരം, മനക്കോട്ടയിൽ നിന്ന് അർപ്പിതരവിന്ദാണ്. അപ്പോൾ ഇന്നെന്തായാലും പ്രീമിയർ പ്രോയിൽ ടെക്സ്റ്റ് നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ കൊണ്ടുവരുന്ന പരിപാടിയില്ല. എന്ന് വെച്ചാൽ ഒരാൾ നിൽക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ബിൽഡിംഗ് ഒക്കെ ആണെങ്കിലോ ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് ടെക്സ്റ്റ് മാത്രമായിട്ട് ഇങ്ങനെ മാസ്ക് ചെയ്ത പോലെ. അപ്പോൾ അതിൻ്റെ ഒരു എളുപ്പപ്പണി ഉണ്ട്. അത് എല്ലാത്തിലും അപ്ലൈ ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഈ ഒരു എളുപ്പപ്പണി എങ്ങനെയുണ്ട് നമുക്ക് പെട്ടെന്ന് നോക്കാം. ഓക്കെ ഓക്കെ യെസ് ഇവിടെ ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലായിട്ട് ആ പുള്ളിക്കാരൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു തവള എന്നുള്ളൊരു വാക്ക്. തവള എന്തിനാണ് കൊടുത്തതെന്ന് എനിക്കറിയാൻ പാടില്ല. ഞാൻ വെറുതെ ഒരു പേര് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ കേട്ടോ, ഈ ഒരു കൺസെപ്റ്റ് കാണിക്കാൻ വേണ്ടി. അവിടെ എന്ത് റൈറ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാം. അപ്പോൾ ഇത് കറക്റ്റായിട്ട് ഇങ്ങനെ കിട്ടാനുള്ള മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പുള്ളിക്ക് നല്ല സെപ്പറേഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ്. കാരണം എന്താ വെച്ചാൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് മാറി നിൽക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ വീഡിയോയിലും ഈ പറയുന്ന കൺസെപ്റ്റ് അപ്ലൈ ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാര്യം ആദ്യം മനസ്സിലാക്കുക. സിമ്പിളായിട്ട് 3 ലെയർ ഇത് കാണുമ്പോൾ അപ്പോൾ നമുക്ക് ഒന്നും ചെയ്യാനില്ല. ഞാൻ ഇതന്നെ ഇങ്ങോട്ട് മാറ്റിയിടുന്നുണ്ട്. ഈ ഒരു ഓൾട്ട് പ്രസ് ചെയ്തിട്ട് ഞാൻ ഈ വീഡിയോ എടുത്തുള്ളൂ. അല്ലെങ്കിൽ നിങ്ങളുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ആ വീഡിയോ ഇങ്ങനെ ഇട്ടു. ഓക്കെ, ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് വേണ്ട ടെക്സ്റ്റ് നമ്മൾ വൃത്തിയായിട്ട് ടൈപ്പ് ചെയ്യുന്നു. ഇവിടെ ടി എടുക്കുന്നു. ഇവിടെ നമുക്ക് എന്താണ് വേണ്ടത്? തവളയ്ക്ക് പകരം പറവ എന്ന് ടൈപ്പ് ചെയ്തെന്ന് പ്രാവശ്യം വിചാരിച്ചു. പറവ. ഇത് കറക്റ്റ് ഈ ടെക്സ്റ്റിൻ്റെ ആ ഒരു വീഡിയോൻ്റെ മുകളിൽ തന്നെ കൊണ്ടുവയ്ക്കുക. ഈ വീഡിയോ കുറേ ഉണ്ടോ? ഈ വീഡിയോ കുറേ ഉണ്ടല്ലോ. ഇത്ര ആയിക്കോട്ടെ. അപ്പോൾ ഈ പറവ എന്നുള്ള വാക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ എസെൻഷ്യൽ ഗ്രാഫിക്സിൽ വേണമെങ്കിൽ അതിൻ്റെ സൈസൊക്കെ കൂട്ടണമെന്നുണ്ടെങ്കിൽ കൂട്ടാം. എസെൻഷ്യൽ ഗ്രാഫിക്സ് എവിടെയെന്ന് അറിയാമല്ലോ, വിൻഡോയിൽ വരിക. ഇങ്ങനെ ഈ പറച്ചിൽ ഞാൻ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറയേണ്ട കാര്യമില്ല എന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഈ എസെൻഷ്യൽ ഗ്രാഫിക്സ് ഒക്കെ മുമ്പുള്ള എല്ലാ വീഡിയോസിലും അല്ലെങ്കിൽ ഭൂരിപക്ഷം വീഡിയോസിലും ഞാൻ പറയാറുണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ വീണ്ടും തപ്പിക്കൊണ്ടിരിക്കുക. എസെൻഷ്യൽ ഗ്രാഫിക്സ് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു വിൻഡോ കിട്ടും. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ടെക്സ്റ്റിന് വേണ്ട മാറ്റങ്ങൾ ഇവിടെ ടെക്സ്റ്റ് സെലക്ട് ചെയ്യുക. സൈസ് കൂട്ടണമെന്നുണ്ടെങ്കിൽ നേരെ ഇവിടെ മുകളിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ടെക്സ്റ്റിൻ്റെ വലിപ്പം അങ്ങനെ കൂട്ടി നല്ലോണം കൂട്ടി. ഇനിയും കൂട്ടണമെന്നുണ്ടെങ്കിൽ ഈ വാല്യൂ പിടിച്ച് വലിച്ചാൽ മതി കേട്ടോ. ഇവിടെ മാത്രമാണോ മാറ്റാൻ പറ്റുക? അല്ല, എഫക്റ്റ് കൺട്രോൾസിൽ വന്നാലും മാറ്റാൻ പറ്റും. അത് ഞാൻ പറയുന്നില്ല. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ടെക്സ്റ്റ് ഞാനൊരു സെൻറ്റർ ആക്കിയിട്ട് ഇവിടെ അലൈൻമെൻറ്റ് ഇവിടെ തന്നെ നമുക്ക് ഇങ്ങനെ ആ ഒരു ഇതിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് ഇങ്ങനെ വെക്കണം. ഇപ്പോൾ ടെക്സ്റ്റ് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. പറവ എന്നുള്ള ആ ഒരു വാക്ക് പുള്ളിക്കാരൻ്റെ ഫ്രണ്ടിലാണ് വന്നിട്ടുള്ളത്. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇത് അതിൻ്റെ ബാക്കിലേക്ക് വിടണം എന്നുണ്ടെങ്കിൽ സാധാരണ കേസിൽ നമ്മൾ പല മെത്തേഡുണ്ട്. ഞാൻ മനസ്സിലാവാൻ വേണ്ടി പറയാം. ഇപ്പോൾ തൽക്കാലം ലെയർ ഹൈഡ് ചെയ്തിടണം. സാധാരണ കേസിൽ ഈ ഒരു പുള്ളിയെ നമ്മൾ എന്ത് ചെയ്യണം? മാസ്ക് ചെയ്ത് കയറ്റി വെക്കണം അല്ലേ. അപ്പം ഇവിടെ ഈ പുള്ളി മാത്രമായിട്ട് ഇതിൻ്റെ മുകളിൽ ലെയറിലുണ്ടെന്നുണ്ടെങ്കിൽ പുള്ളിയുടെ ആ ബഡിയുടെ ബാക്കിലേക്ക് വന്നോളൂ. പക്ഷേ ഈ സിറ്റുവേഷനിൽ ഈ പുള്ളിയെ ഓരോ ഫ്രെയിം മാസ്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ എളുപ്പമല്ല. നോർമൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ഒന്നും സെപ്പറേറ്റ് അല്ലാത്തൊരു വീഡിയോ ആണെങ്കിൽ നമ്മൾ സാധാരണ രീതിയിൽ എന്ത് ചെയ്യും? മാസ്ക് ടൂൾ ഉപയോഗിച്ച് ഒപ്പാസിറ്റിൻ്റെ താഴെ ഇവിടെ നിങ്ങൾക്കറിയാമല്ലോ, മാസ്ക് പെൻ ടൂൾ ഉപയോഗിച്ചിട്ട് അയാളെ കട്ട് ചെയ്തിട്ട് ഓരോ ഫ്രെയിമും ആ മാസ്ക് നീക്കി വെച്ചിട്ടാണ് ചെയ്യുക. പക്ഷേ ഇത്തരം വീഡിയോസാണ് നിങ്ങളുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോൻ്റെ ലിങ്ക് ഞാൻ എന്തായാലും താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു വീഡിയോ ആണ് നിങ്ങളുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ സിമ്പിളാണ്. ഇപ്പോൾ ഈ പറവാന്ന് എഴുതിയ ടെക്സ്റ്റ് ഇവിടെ മുകളിലുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് ആദ്യം ഈ വീഡിയോ പിന്നെ വീഡിയോ ഇതിൻ്റെ മുകളിലേക്ക് ഇതിൻ്റെ തന്നെ സെയിം ഒരു കോപ്പിയും കൂടെ എടുത്തിട്ട്. അപ്പോൾ നമുക്കിപ്പോൾ 3 വീഡിയോസ് ഉണ്ട് അല്ലേ. എന്നുവെച്ചാൽ ഏറ്റവും മുകളിലാണ് ഇപ്പോൾ അതിൻ്റെ ഒറിജിനൽ ഇത് കിടക്കണേ. അതിൻ്റെ തൊട്ട് താഴെ പറവാന്നുള്ള വീഡിയോ, അതിൻ്റെ താഴെ ഒറിജിനൽ വീഡിയോ. അപ്പോൾ നമുക്ക് ഇതിൽ ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ബാക്ക്ഗ്രൗണ്ട് ഏകദേശം ഒരു സെയിം കളറാണ്. അപ്പോൾ സ്കൈ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ കുറേ ഗുണമുണ്ട്. ചില ബിൽഡിങ്സിൻ്റെ ഒക്കെ ബാക്കിൽ വെക്കാൻ ഈ പറയും പോലത്തെ നമുക്ക് സ്കൈ ഉപകാരപ്പെടും. അപ്പോൾ ഈ സ്കൈ കളഞ്ഞു കഴിഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ട് ഈ സ്കൈ ഇല്ലാണ്ടായി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇപ്പോൾ തൽക്കാലം ഞാൻ ആ സ്കൈ കാണാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ താഴത്തെ 2 ലെയർ ഓഫാക്കിയിട്ടു. ഈ മുകളിൽ ഇവിടെ എഫക്ട്സിനകത്ത് വന്നു കഴിഞ്ഞാൽ ഞാനിവിടെ കളർ കീ നടിക്കുന്നുണ്ട്. കളർ കീ കാരണം എന്താ വെച്ചാൽ ഏകദേശം ഒരു മഞ്ഞ കളറാണ് ഈ ബാക്ക്ഗ്രൗണ്ടിൽ. നമ്മൾ ഗ്രീൻ മാറ്റൊക്കെ പിക്ക് ചെയ്ത് കളയില്ലേ, ഗ്രീൻ മാറ്റ് കളയാൻ ഇവിടെ അൾട്രാ കീ എന്ന് പറഞ്ഞാൽ വേറെ ഓപ്ഷൻ ഉണ്ട്. അതേപോലെ നമുക്ക് ഏതെങ്കിലും കളർ ഇതേപോലെ കളയണം എന്നുണ്ടെങ്കിൽ കളർ കീ എന്ന് ഇവിടെ എഫക്ട്സിനകത്ത് ടൈപ്പ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കീങ്ങിനകത്ത് കളർ കീ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് കാണടാ. ഇതെടുത്തിട്ട് നേരെ ഇതിൻ്റെ മുകളിൽ കിട്ടും. ഓക്കെ, ചെറിയൊരു റെഡ് കളർ വന്നിട്ടുണ്ട്. അത് ഗ്രാഫിക് സപ്പോർട്ട് കുറവാണ്. അപ്പോൾ ഒന്ന് എൻ്റർ ചെയ്യേണ്ടി വരും. ലാസ്റ്റ് ചെയ്യാം. ഇവിടെ താഴെ എന്നിട്ട് മുകളിൽ ഇവിടെ എഫക്റ്റ് കൺട്രോൾസിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താ അതിൻ്റെ പാരാമീറ്റേഴ്സ് കിട്ടും അല്ലേ. ഈ ഒരു വീഡിയോൻ്റെ എഫക്റ്റ് കൺട്രോൾസിൽ പാരാമീറ്റേഴ്സിനകത്ത് കളർ കീ നമ്മൾ എന്ത് പിക്ക് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. ഞാനിപ്പോൾ താഴത്തെ ലെയറൊക്കെ ഓഫാക്കിയിട്ട് കേട്ടോ. അപ്പോൾ എന്താണ് ഇവിടെ സംഭവിക്കുക എന്നുള്ളത് ഞാൻ കറക്റ്റായിട്ട് കാണിച്ചു തരാം. ഇപ്പോൾ ഈ കളർ കീ ഈ ഐ ഡ്രോപ്പർ ഉപയോഗിച്ച് ആ ബ്ലൂ കളർ എന്നുള്ളത് ഞാൻ പകരം എന്ത് ചെയ്യണം? ഈ ഒരു കളർ പിക്ക് ചെയ്യണം. ഈ ഒരു മഞ്ഞ കളർ ഏകദേശം നിങ്ങൾക്ക് എവിടെയാണ് വേണ്ടതെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ഒരു ഭാഗത്താണെന്നുണ്ടെങ്കിൽ ഇവിടെയാണ് വേണ്ടത് വെച്ചാൽ കളർ പിക്ക് ചെയ്യണം. എന്നിട്ട് ഇവിടെ ഈ ഒരു ടോളറൻസ് ഇങ്ങനെ കൂട്ടിക്കഴിഞ്ഞാൽ കണ്ടോ നമുക്ക് എന്ത് സംഭവിച്ചിട്ടുള്ളത്? ആ ഒരു മഞ്ഞയായിട്ട് ബന്ധപ്പെട്ട കളേഴ്സൊക്കെ ഇങ്ങനെ കട്ടായിപ്പോയി. ഏകദേശം ഒരുപാട് അങ്ങോട്ട് വലിച്ചു കഴിഞ്ഞാൽ ഇതും കൂടെ പോകും. അപ്പോൾ അത്ര പോകണ്ട. അപ്പോൾ നിങ്ങളുടെ വീഡിയോയ്ക്ക് അനുസരിച്ച് ഇരിക്കും കേട്ടോ. ഞാൻ ഏകദേശം ഇത് ഇങ്ങനെയൊക്കെ കട്ട് ചെയ്ത് ഏകദേശം ഇത്രയും കട്ട് ചെയ്ത് കളഞ്ഞു.
ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഇതിൻ്റെ തൊട്ട് താഴത്തെ ലെയർ എന്താണ്, ആ ഒരു പറവ എന്ന് പറഞ്ഞുള്ള ഈ ഒരു ലെയറാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഒരു ആളുടെ ബാക്കിലേക്ക് ആര് പോയിട്ടുണ്ട്, ആ ഒരു വാക്ക് പോയിട്ടുണ്ട് അല്ലേ. ഈ വടിയൊക്കെ കറക്റ്റ് ഫോക്കസാണ്, ബ്ലർ അല്ലാത്തതുകൊണ്ടാണ് അത്ര വൃത്തിയായിട്ട് കിട്ടിയത് കേട്ടോ. എല്ലാ വീഡിയോയിലും ഇത് കിട്ടിക്കോണമെന്നില്ല എന്ന് ഞാൻ റിപ്പീറ്റ് ചെയ്ത് വീണ്ടും പറഞ്ഞു. അതിൻ്റെ ഏറ്റവും താഴെ ഈ എഫക്റ്റ് ഒന്നും കൊടുക്കാത്ത നോർമൽ വീഡിയോ ആയതുകൊണ്ട് അല്ലേ സിമ്പിളായിട്ട് കിട്ടിയില്ലേ. ഇത്രേ ഉള്ളൂ, ചെറിയൊരു മെത്തേഡ് കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നോക്കി നമുക്ക് ഇപ്പോൾ ഈ ഒരു മെത്തേഡിൽ നമുക്ക് ഇങ്ങനത്തെ പിക്ചർ ഇപ്പോൾ ഈ വീഡിയോ മാത്രമല്ല, നിങ്ങൾ ജസ്റ്റ് ഇപ്പോൾ പെക്സലിൽ ഏതെങ്കിലും സൈഡിലേക്ക് കയറി നോക്കി നോക്കുക, നിങ്ങൾ ബാക്ക്ഗ്രൗണ്ട് ആകാശമുള്ള കുറേ ബിൽഡിങ്സ് കാണിക്കും, ഒരുപാട് വീഡിയോസിൽ അങ്ങനെ കാണാം. അപ്പോൾ ആ ബിൽഡിങ്ങിലൊക്കെ നീല ആകാശമാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അത് പിക്ക് ചെയ്ത് ഇതേപോലെ സിമ്പിളായിട്ട് കളയാൻ പറ്റും. ഓക്കെ, അത് കുഴപ്പമില്ലാത്തൊരു ഔട്ട്പുട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ചില ടൈറ്റിൽസൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നൊരു മെത്തേഡാണ്. വേണമെങ്കിൽ നമുക്ക് അതിലൊരു രസം കൂടെ കാണിക്കാം കേട്ടോ. ഇപ്പോൾ ഈ ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ ഇരിക്കില്ല. അപ്പോൾ നിങ്ങൾക്കറിയാം ഈ ഒരു ടോളറൻസ്, ഇതിൻ്റെ ഈ ടോളറൻസ് എന്നുള്ള ആ ഒരു വാല്യൂ ആണ് അതിനങ്ങനെ ആക്കിയിട്ടുള്ളത്. അപ്പം ഈ ടോളറൻസ് നമ്മൾ കീ കൊടുത്തു കഴിഞ്ഞാൽ വേണമെങ്കിൽ ഇങ്ങനൊരു ആനിമേഷനും കൂടെ ചെയ്യാം. അപ്പോൾ ഞാൻ ആ ടോളറൻസ് ഫസ്റ്റ് 0 ആക്കി വെച്ചു, ജസ്റ്റ് ഇവിടെ 0 ആക്കി വയ്ക്കുക. ഇതിപ്പോൾ ഈ വീഡിയോയിൽ ഈ രീതിയിൽ വരുന്നുള്ളൂ കേട്ടോ. ഞാൻ അതിൻ്റെ ടോളറൻസ് ആ ഒരു കളർ ഇങ്ങനെ കയറി കട്ടായി പോകണമെന്നുള്ളതാണ്. അപ്പോൾ പ്ലേ കൊടുക്കുമ്പോൾ താഴെ ആ കളർ കട്ടായി പോകുമ്പോൾ താഴെ കാണുന്ന അല്ലേ ടെക്സ്റ്റ് അവിടെ വിസിബിൾ ആവണം, അത്രേ ഉള്ളൂ. കുറച്ച് വിട്ടൊക്കെ വെച്ച് കഴിഞ്ഞാൽ വളരെ പതുക്കെ ആ ഒരു ടെക്സ്റ്റ് ഇങ്ങനെ കേട്ടാ. അത് പല വീഡിയോയിലും പല പോലെ ആയിരിക്കും വരിക. എങ്ങനെയാണ് ആ കൂടുതലും കാണുന്ന കളർ അതിങ്ങനെ മായ്ച്ച് കളയുക എന്നുള്ള കൺസെപ്റ്റാണ്. എന്നിട്ട് താഴെയുള്ള ആ ഒരു ടെക്സ്റ്റ് എഴുതി കാണിക്കണം. ഇതിൽ കൂടുതൽ ജസ്റ്റ് കാണിച്ചു എന്നുള്ളൂ. പെട്ടെന്ന് അതിങ്ങനെ ആ വാല്യൂ മാറ്റിയപ്പോൾ ഒരു ആനിമേഷനായിട്ട് ഫീൽ ചെയ്തുകൊണ്ട് കാണിച്ചു കേട്ടോ. ഭയങ്കര വർക്കൊന്നുമില്ല, ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ഒന്ന് പരീക്ഷിച്ച് നോക്കുക, സിമ്പിളാണ്. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുന്നതിലെ പുതിയ വീഡിയോസ് എന്തെങ്കിലും അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. കൂടെ നമുക്കെല്ലാവർക്കും ഒരുമിച്ച് നിന്ന് ഒരു മനക്കോട്ട കേട്ടോ. ക്യാമറാമാൻ നിഷാന്ത് മോഹൻ, ഞാൻ അർപ്പിത രവിന്ദ്. താങ്ക് യു.